ഹായ് ഗൈസ്. ജീവിതം എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സസ്പെൻസ് നിറഞ്ഞ ഒന്നാണില്ലേ. നാളെ എന്താണ് എന്നത് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ലൈഫിൽ എന്ത് നടന്നാലും നമ്മളത് വിധിയാണ് എന്ന് പറഞ്ഞ് വിധിയിലോട്ട് പഴിചാരുന്നത്. അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല അല്ലേ, കാരണം എല്ലാം വിധിയിലേക്ക് അങ്ങ് ഏൽപ്പിച്ചല്ലോ. എല്ലാം അങ്ങ് വിധിയിലേക്ക് ഏൽപ്പിക്കുന്നത് കൊണ്ട് ലൈഫിൽ ഒരിക്കലും നമുക്ക് സക്സസ് ആവാനായിട്ട് പറ്റില്ല. ഈ റിലേഷൻഷിപ്പിലും എന്ത് നടന്നാലും അതെൻ്റെ വിധിയാണ് എന്ന് കരുതി മുമ്പോട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു തരം ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയുന്ന രീതിയിൽ ഭയങ്കര സ്നേഹമായിരിക്കും. സ്നേഹം കൊണ്ട് നെക്കി കൊല്ലാന്നൊക്കെ നമ്മൾ കേൾക്കില്ലേ, അതുപോലെ ഒരുപാട് സ്നേഹമായിരിക്കും. വേണ്ടതെല്ലാം ചെയ്തും കൊടുക്കുന്നുണ്ടാവും. എന്നാലും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒരുപാട് വേദനിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം സാരല്ല പോട്ടെ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കിയിട്ട് അതിനെ കളയുന്ന ചില ആളുകൾ. ശരിക്കും എന്താണ് ആ റിലേഷൻഷിപ്പ്? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുഴപ്പമില്ലാത്ത ഒരാളായിരിക്കും ഓപ്പോസിറ്റ് ഉണ്ടാവുക. അവരെ സ്വന്തം സ്ട്രെസ് കൊണ്ടും സ്വന്തം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വേദനിപ്പിക്കുക, മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അവരൊരുപാട് വേദനിപ്പിക്കുകയായിരിക്കും. എന്നിട്ട് അവരിലേക്ക് ഒരുപാട് സ്ട്രെസ്സും വേദനയും ടെൻഷനും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ സാരല്ല അതിൻ്റെ അപ്പത്തെ മാനസികാവസ്ഥയിൽ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരാക്കി കാണുക. എന്നിട്ട് നല്ലോണം അവർ മുമ്പോട്ട് പോകും. വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. ആ ഒരവസ്ഥ. സ്നേഹം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അവരുടെ പ്രവർത്തികൾ കാരണം അവരുടെ കൂടെ ജീവിക്കാനായിട്ട് വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് ഇനി എന്ത് ചെയ്യും മുന്നോട്ട് എന്നറിയാതെ ശരിക്കും ഒന്ന് കുടുങ്ങിപ്പോകുന്നൊരവസ്ഥ. ഇതൊരുപാട് ആൾക്കാർക്ക് അറിയുന്ന ഒന്നായിരിക്കും. ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞിട്ട് അവരിതിനെ അങ്ങ് നിസ്സാരാക്കും. എന്നിട്ട് അവസാനം ഒരു പരിധി കൂടുതൽ ടെൻഷൻ കൊടുത്ത് ലാസ്റ്റ് അവരെ ജീവിതം അങ്ങ് ഇല്ലാതാക്കിയായിരിക്കും ചെയ്യുക. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇങ്ങനൊരു റിലേഷൻഷിപ്പിലുണ്ട്, എന്ത് ചെയ്യണം എന്നറിയാത്തത്. സ്നേഹത്തിന് സ്നേഹമുണ്ട്, എന്നാൽ ഉപദ്രവിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ഉപദ്രവിക്കുന്നുമുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ വിഷമിപ്പിക്കുന്നുമുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ കുടുങ്ങുന്നൊരവസ്ഥ. ഇങ്ങനെ സ്നേഹമുള്ളവർക്ക് തെറ്റുകൾ പറ്റാം. ചിലപ്പോൾ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലുമല്ല. സ്നേഹം ഉണ്ടെങ്കിലും അവർ ചെയ്യുന്ന ആ ടോക്സിക്കിന് നമ്മൾ നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അവർക്കത് തിരുത്താൻ അറിയില്ല. അവരത് നമ്മളിൽ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് തരുന്ന ഓരോ മുറിവുകളും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അവരത് നിസ്സാരമായിട്ട് മറക്കും. പക്ഷെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അതിന് നമ്മൾ എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ തുടരാതിരിക്കുന്നതാണ് നല്ലത്. ഞാനീ പറയുന്നത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിലൂടെ കടന്നു പോകുന്ന പലർക്കും ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നന്നായിട്ട് ആലോചിക്കുക. നിങ്ങളുടെ ലൈഫാണ്. എല്ലാം വിധിയിലേക്ക് പഴിചാരുന്നതിന് മുന്നേ നന്നായിട്ട് ആലോചിക്കുക. ഒറ്റ ലൈഫേ ഉള്ളൂ എന്ന് ഓർത്താൽ നല്ലത്.